അപ്പോൾ നമുക്കറിയാം സീതാറാമിൽ ദേശം, ശങ്കരൻ കുളങ്ങര ദേശം, കാനാട്ടുകര ദേശം, ചക്കാമുക്ക് ദേശം, പാട്ടുവിളയ്ക്കൽ വിയൂർ ദേശം, വിയൂർ യുവജന സമാജം, അങ്ങനെ വ്യത്യസ്ത ടീമുകൾ അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് സമ്മാനമുണ്ട്. ഇത്തവണ ഞങ്ങൾ ആ ട്രോഫി നേടും, ഇത്തവണ ഞങ്ങൾ ആ സമ്മാനം കരസ്ഥമാക്കും, ഇത്തവണ ഞങ്ങളുടെ പുലി നിങ്ങളുടെ മനസ്സിൽ അടുത്ത പുലിക്കളിക്കാലം വരെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മളുടെ മനസ്സിൽ നമ്മൾ കണ്ണടച്ചാൽ പുലിരൂപം നമ്മളുടെ മുന്നിൽ, നമ്മളുടെ കണ്ണിൽ തെളിയുന്ന തരത്തിൽ നമ്മളെ ആകർഷിക്കുന്ന, ജനങ്ങളെ ആകർഷിക്കുന്ന കമനീയമായ വേഷങ്ങളോടെ, കമനീയമായ ശരീര എഴുത്തുകളോടെ, വരകളോടെ, മുഖച്ചാർത്തോടെ, മേളങ്ങളോടെ, അരമണക്കിലുക്കി അവരിങ്ങനെ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് വരികയാണ്. ഇത് കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരു ആഘോഷമാണ്. നമ്മൾ നിറങ്ങൾ കൊണ്ട് ഇത്രയും മനോഹരമായി മനുഷ്യരെ ഒരുക്കാൻ കഴിയുമോ? നിറങ്ങൾ കൊണ്ട് ഇത്രയും മനോഹരമായി ആളുകളുടെ മുഖപ്പടം വരയ്ക്കാൻ കഴിയുമോ? നിറങ്ങൾ കൊണ്ട് ഇത്രയും മനോഹരമായി ആളുകളുടെ വയറിൽ രൂപങ്ങൾ കൊത്തിവെക്കാൻ കഴിയുമോ എന്ന് ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന ഈ പുലിക്കളി പൂരം പോലെ, തൃശ്ശൂർ പൂരം പോലെ ലോക മനസ്സിലേക്ക് ഇടം പതിഞ്ഞിട്ട് കുറേ പതിറ്റാണ്ടുകളായി. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും അതിങ്ങനെ അതിൻ്റെ പെരുമ കടൽ കടന്ന് വീണ്ടും ഇതാ ലോകത്തെമ്പാടും ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നു. നമുക്ക് ഓണക്കാലത്തിന് പര്യവസാനം കുറിക്കുന്ന ഒരു വലിയ ആഘോഷം, നമുക്ക് ഓണം എന്ന് പറയുന്നത് നമ്മളുടെ വലിയ സന്തോഷമാണ്. ആ ഓണക്കാലം പോകുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ടാകും. ആ സങ്കടമുണ്ടാകുമ്പോഴും 4ാം ഓണത്തിന് തൃശ്ശൂരിൽ പുലി ഇറങ്ങുന്നത് കാണാമല്ലോ, അതിൻ്റെ മുഖത്ത് നോക്കാമല്ലോ, അതിൻ്റെ വയറിലെ വരകളിൽ നോക്കാമല്ലോ എന്ന ഒരു സന്തോഷം ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഓണക്കാലം കടന്നു പോകുന്നത്. നമ്മൾ ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ പൂരക്കാലത്തിൻ്റെ ഓർമ്മകൾ പോലെയാണ് ആ പുലിക്കളി കാലവും നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത്. അത് കടൽ കടന്ന് അതിൻ്റെ കഥകൾ, അതിൻ്റെ പെരുമ ലോകമാകെ ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. നമുക്കറിയാം വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഇത്തവണ പുലിക്കളി വേണോ വേണ്ടയോ എന്ന് 2 ആവർത്തിച്ച് ആലോചിച്ചു. ഒടുവിൽ വേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും ഈ പുലിക്കളി സംഘങ്ങളൊക്കെ അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും, അങ്ങനെയുണ്ട്, ശരീരം കൊണ്ടുള്ള തയ്യാറെടുപ്പ് കൂടി വലുതാണ്. മറ്റ് ആഘോഷങ്ങൾക്കൊന്നുമില്ലാത്ത തരത്തിൽ ശരീരം കൊണ്ടുകൂടി തയ്യാറെടുക്കുന്നതാണ് പുലിക്കളി. അങ്ങനെ ശരീരം കൊണ്ടുകൂടി തയ്യാറെടുത്ത് നിന്ന ആളുകളെ നിരാശപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒടുവിൽ പുലിക്കളി നടത്താനുള്ള അനുവാദം കൊടുക്കുകയും അത് എല്ലാ വർഷത്തെയും പോലെ നന്നായി കമനീയമായി ആ ആഘോഷം നടക്കുകയും ചെയ്തു. നമുക്ക് മനസ്സിൽ സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, തിരിച്ചടികളുണ്ട്. അപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ആഘോഷിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഓണക്കാലത്തെ പുലിക്കളി. അപ്പോഴത് വേണ്ടെന്ന് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. ആ നിരാശയെ മറക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിതാ ഇവിടെ പുലിക്കൂട്ടങ്ങളോടൊപ്പം താളം വെച്ച് അവരുടെ മേളത്തോടൊപ്പം തഥാ തോത്തത്തൈ തെയ് എന്നാണ് അത്ര ആ ചെണ്ടമേളത്തിന്റെ ചൊല്ല് എന്ന് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. തെയ് തെയ് തഥാ തോത്തത്തൈ എന്നാണ് അത്ര ആ ചെണ്ടയുടെ ചൊല്ല്. അപ്പോൾ ഇത് പടയണിയുടെയൊക്കെ ചില താളങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചെണ്ടക്കോൽ വീഴുന്നതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ തൃശ്ശൂരിലാണെങ്കിൽ അവിടെ പഞ്ചാരിയും പാണ്ടിയും ഒക്കെ ക്ഷേത്രമതിൽക്കകത്തും പുറത്തുമൊക്കെയായി കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അതല്ലാത്ത ഒരു താളമാണ്, ഒരു പ്രത്യേകതരം താളമാണ്. ആ താളത്തിന്റെ ആ ശബ്ദം, ആ മേളത്തിന്റെ ഒരു ഭാവം കൂടി നമുക്ക് കേൾക്കാം. അതൊരു ചിട്ടയായ താളമാണ്. ആ ചിട്ടയായ താളത്തിൽ ചിട്ടയായ ചുവടുകൾ വെച്ചുകൊണ്ട് തൃശ്ശൂരിനെ ഒരു കൊടുങ്കാടാക്കി പുലികൾ അങ്ങനെ നിറയുകയാണ്. അപ്പോഴും നമ്മുടെ കണ്ണുടക്കുന്നത് ഈ പുലിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തെ ഒരു ക്യാൻവാസാക്കി ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു ഭിത്തിയാക്കിക്കൊണ്ട് വരച്ചിരിക്കുന്ന ഒരു മഹാകലാരൂപമാണ്. ഓരോന്നും ഓരോ മഹാകലാരൂപമാണ്. ലോകത്തെവിടെയെങ്കിലും ഇത്തരം ഒരു കലാരൂപം മനുഷ്യ ശരീരത്തിൽ, ഇപ്പോൾ ബോഡി ആർട്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ പലതും കാണാമെങ്കിലും ഇത്തരത്തിൽ സമഗ്രമായ കൃത്യമായ ചിട്ടവട്ടങ്ങളോടുകൂടിയ ശാസ്ത്രീയതയോടുകൂടിയ ഒരു കലാരൂപം ഉണ്ടോ എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇത് ഒരാളുടെ ശരീരത്തിൽ ഒരു പുലി അങ്ങ് വരച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയല്ല, ഇത് വയറാടുമ്പോൾ പുലിവായ തുറക്കണം, ഇത് വയറാടുമ്പോൾ കണ്ണു തുറക്കണം എന്നൊക്കെയുള്ള ചില ചിട്ടകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായി തന്നെ ഇത് വരച്ചു വെക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത് ഈ ചിത്രകാരന്മാരുടെ, ഈ കലാകാരന്മാരുടെ ഇന്ന് രാവിലെ 5-5:30-6 മണി മുതൽ തുടങ്ങുന്ന കഠിനാധ്വാനമാണ്. ഒരു കമ്പിൽ പിടിച്ച ഈ പുലികൾ അങ്ങനെ നിൽക്കും, അവർക്ക് ക്ഷീണം അനുഭവപ്പെടില്ല. കാര്യം അവരുടെ ഉള്ളിൽ ആവേശമാണ്. അവരുടെ ഉള്ളിൽ ഉച്ച കഴിയുമ്പോഴേക്കും മടയിറങ്ങി തൃശ്ശൂരുകാരുടെ ആരാധനാപാത്രമാകുന്നതിനുള്ള ആവേശമാണ് അവരുടെ ഉള്ളിൽ. അപ്പോൾ ഒരു വടിയും പിടിച്ച് അങ്ങനെ ഒരു ചിരിയോടുകൂടി നിൽക്കും. അവരുടെ ശരീരത്തെ ക്യാൻവാസാക്കിക്കൊണ്ട് ആ കലാകാരന്മാർ
ഒരു ചിത്രം എഴുതും. ചിത്രം എഴുതി കഴിയുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ പുലികളി കലാകാരനും ഒരു വലിയ കലാരൂപമാകുന്നു, ഒരു ഇൻസ്റ്റലേഷൻ ആകുന്നു. ആ ഇൻസ്റ്റലേഷൻ ഉച്ചയാകുമ്പോഴേക്കും ആ പുലികൾ മടയിറങ്ങുന്നു. അത് വൈകിട്ടാകുമ്പോഴേക്കും മട കയറുമ്പോഴേ തൃശ്ശൂരിന് ഇത് ആഘോഷ സായാഹ്നമാണ്. ആഘോഷ സായാഹ്നം പ്രേക്ഷകർ കാണുകയാണ്. പച്ചപ്പുലി കുറേ അധികം സമയമായി പ്രേക്ഷകരുടെ കണ്ണുകളെ ഉടക്കുന്നുണ്ട്. ആ പച്ചപ്പുലി അല്ലെങ്കിൽ ഫ്ലോറസെന്റ് പുലി കരിമ്പുലി ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോരോ സസ്പെൻസുകളുണ്ട്. സസ്പെൻസുകളായി മുന്നോട്ടേക്ക് വരുന്നു. സീതാറാം ബില്ലിന്റെ സസ്പെൻസ് എന്താകും എന്നുള്ള കാര്യം ഇപ്പോഴും ആകാംക്ഷയാണ്. അയ്യന്തോൾ ദേശം പക്ഷേ കഴിഞ്ഞ തവണത്തെ വിജയികളായ അയ്യന്തോൾ ദേശം ഇക്കുറി പങ്കെടുക്കുന്നില്ല എന്നാണ് അറിവ്. കാര്യം നേരത്തെ ഉണ്ടായ ചില കൺഫ്യൂഷനുമായി ബന്ധപ്പെട്ടാണ് അയ്യന്തോൾ ദേശം ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും വരയൻ പുലികൾ, പലതരം പുലികൾ ഇങ്ങനെ അരമണികളിലേക്ക് കുംഭകുലിക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ്. കുംഭ ഇത്രത്തോളം ആകർഷകമാവുന്ന മറ്റൊരു ദിവസം ഒരുപക്ഷെ ഉണ്ടാവില്ല. ഈ കുംഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുപോലും സംശയമുണ്ടാകുന്ന കാര്യം. ആ കുംഭ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ കുംഭ പോയി കഴിഞ്ഞാൽ പുലിയുടെ ഭംഗി പോയി. പക്ഷേ ആ കുംഭ ഇല്ലാത്ത പുലികളുമുണ്ട്. മെലിഞ്ഞ ജിമ്മന്മാരായ പുലികളെ നമ്മൾ ഇടയ്ക്ക് ചില ഘട്ടങ്ങളിൽ കണ്ടിരുന്നു. പുലി മാത്രം ചിലപ്പോൾ കടുവയും പുലിയും കൈകോർക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ ഈ പൂരത്തിന് കാണുന്നുണ്ട്. എന്തായാലും അങ്ങനെ അരമണികൾക്കൊണ്ട് ഈ താളത്തിൽ നേരത്തെ വിജയകുമാർ പറഞ്ഞ ആ ചിട്ടവട്ടത്തോടു കൂടിയുള്ള താളത്തിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് വരികയാണ് പുലികൾ. ഈ പുലികൾ തൃശ്ശൂരിൻ്റെ വൈകാരികത, ഒരിക്കൽ കൂടി പറയുന്ന ഈ പുലികൾ തൃശ്ശൂരിൻ്റെ വൈകാരികതയാണ്. ഇവർക്ക് ഓരോ വർഷവും പുലികളില്ലാതെ ഓണം പൂർണ്ണമാവില്ല. തൃശ്ശൂരിൻ്റെ ഓണം യഥാർത്ഥത്തിൽ ഇന്നാണ്. ഓണം ആഘോഷമാക്കുന്നത് അവർ ഇന്നാണ്. പുലികൾ ഒരുപക്ഷെ ഇന്ന് ഭയങ്കര ചൂടാണ്. അടുത്ത കാലത്ത് ഉണ്ടാവാത്ത വിധമുള്ള വമ്പൻ ചൂടാണ് ഇക്കുറി ഉണ്ടായത്. ആ ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ പുലികൾ ഇളകിമറിഞ്ഞ് പുലിക്കൂട്ടം അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഓരോ പുലിമടയിലും 100-ലധികം കലാകാരന്മാരുടെ അധ്വാനം ഇതിലുണ്ട്. ഈ വയറാട്ടത്തിന് പിന്നിൽ, ഈ പുലികളിക്ക് പിന്നിൽ, ഓരോ കലാകാരന് പിന്നിൽ 100 കണക്കിന് ചിത്രകാരന്മാരുടെ, ആരാധകരുടെ അല്ലെങ്കിൽ അധ്വാനം, ആർട്ടിസ്റ്റുകളുടെ അധ്വാനം ഓരോ പുലിമടയിലുമുണ്ട്. അങ്ങനെ നഗരം പുലിപ്പട വളയുമ്പോൾ നമ്മൾ ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പുലിമടകളിലേക്ക് തന്നെ തിരിച്ചു കയറുന്നു. ഇടവേള.